എറണാകുളം കാക്കനാട്ടെ കച്ചവടക്കാരന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കേസിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഴക്കാല സ്വദേശി MA സലീമിനെ കഴിഞ്ഞ മാസം 30-നാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംശയത്തെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. സലീമിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. സൈഫുന്നിസ അലിയാർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് സൈഫുന്നിസ അലിയാർ. കാക്കനാട്ടെ കച്ചവടക്കാരന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ്? എന്തൊക്കെ നിർണായകമായി അന്വേഷണത്തിൽ? സുജയ, നവംബർ 30-നാണ് കാക്കനാട് വാഴക്കാലയിലെ കച്ചവടക്കാരനായ MA സലീമിന്റെ മൃതദേഹം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ ഒരു ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് പാൻസ് ഒക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എവിടെയോ പോകാനായി റെഡിയായി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പോലീസിന്റെ ആദ്യത്തെ ഒരു നിഗമനം എന്ന് പറയുന്നത് അറ്റാക്ക് ആയിരിക്കാം എന്നുള്ളതായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇതിന് ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളതാണ് പോലീസ് ലഭിച്ചിരുന്ന വിവരം. തുടർന്ന് നടത്തിയ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ മരണം ഉണ്ടായി എന്ന് പറയുന്ന സമയത്തിന് ശേഷം ഈ വീട്ടിലെ ജോലിക്കാരായിരുന്ന 2 പേർ, അത് ഭാര്യയും ഭർത്താവുമാണ്, ബീഹാർ സ്വദേശികളാണ്. ഇവർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയതായി കണ്ടെത്തുകയും മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയതിൽ നിന്ന് ഈ മൃതദേഹത്തിലുണ്ടായിരുന്ന 2 മോതിരങ്ങൾ നഷ്ടപ്പെടുകയും വീട്ടിലുണ്ടായിരുന്ന സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം നഷ്ടപ്പെട്ടതായും പോലീസിന് വിവരം ലഭിച്ചത്. പിന്നീട് ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ ഒരു കൊലപാതകം എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ളതിന് പോലീസിന് ഇപ്പോഴും കൂടുതൽ വ്യക്തത ലഭിക്കാനുണ്ട്. കാരണം ഈ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി വരാനുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിഷാംശമോ അതല്ലെങ്കിൽ അമിത മരുന്നോ അകത്ത് പോയ ശേഷമാണോ ഈ മരണം സംഭവിച്ചത് എന്നടക്കമുള്ള കാരണങ്ങൾ കണ്ടെത്താനുണ്ട്. ഈ പിടിയിലായ ഇവർ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തും. ഏതെങ്കിലും തരത്തിലുള്ള മൽപ്പിടുത്തം ഉണ്ടായതായൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തൊഴിലാളികളുടെ, അതായത് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുടെ ഭാഗത്തു നിന്ന് അവരുടെ മൊഴി അനുസരിച്ച് ഇയാളുമായി തർക്കമുണ്ടാവുകയും ഈ കൊല്ലപ്പെട്ട സലീമുമായി തർക്കമുണ്ടാവുകയും അതിനുശേഷം ഇവർ ഈ വീട്ടിലെ ജോലിക്കാരായ ഇവർ 2 പേരും ഈ സലീമിനെ തള്ളുകയും ചെയ്തു. താഴെ വീണ സലീം പിന്നെ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ പറയുന്ന മൊഴി. പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി പുറത്തു വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും മോഷണ ശ്രമത്തിലൂടെ ഉണ്ടായ ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. നവംബർ 30-നാണ് സലീമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ സമയത്ത് സലീമിന്റെ ഭാര്യയും മകളും വിദേശത്തായിരുന്നു. സലീം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. നാളുകളായി വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ. ഏറെക്കാലം ജോലി ചെയ്ത ശേഷം അന്ന് പണമെല്ലാം നൽകി സെറ്റിൽ ചെയ്ത് അന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. സുജയ.